അസ്സലാമു അലൈക്കും. ഇന്ന് എല്ലാവരും നമ്മുടെ കാളികാവ് ഹിമ വൃദ്ധസദനത്തിലൊന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സുകളുണ്ട്, മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്ന് ചില ആൾക്കാർ ഹസ്ബൻഡുമാരും കുട്ടികളും ഒന്നിച്ച് വന്നവരുണ്ട്. അതേപോലെ ചില ആളുകൾ പിന്നെ അമ്മായിമ്മമാർ, അമ്മോഷൻ കാക്കാർ അങ്ങനെയൊക്കെ കൊണ്ടുവന്നവരുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. അല്ലെങ്കിൽ അനിയത്തികളെ കൊണ്ടുവരിക, അതൊക്കെ നമുക്കൊരു എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയേക്കിന് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഇവരെല്ലാവരും യൂട്യൂബേഴ്സാണ്. ഇവിടെ അൻഷിഫ്, അൻവർ ഷാനു, അതേപോലെ തന്നെ ബുള്ളറ്റ് മാനു, മലപ്പുറം മുത്ത് സെൽവ, ഞാനെൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ ചാനൽ, അതേപോലെ പാണ്ടിക്കാട് കിച്ചൻ, ജസ്നീസ്, റിന്ദ മേലാറ്റൂർ, ആമി കിച്ചന്, മലപ്പുറം വടക്കണി, സന്തോഷ് ഫാമിലി, പിന്നെ അപ്പോൾ അതേപോലെ തന്നെ മലപ്പുറം ഫാമിലി വ്ളോഗ്, കാക്കുപ്പ, പുൽവറ്റാറിന ഒരു യൂട്യൂബർ കാക്ക, അതേപോലെ നമ്മുടെ പിന്നെ വാഹിദാൻ്റെ ബിസ്മി വ്ളോഗ്, അസ്കു അയിനിക്കോട്, നിബ്രാസ് പൂങ്ങോട്, ഷിബിലി, ഒരുപാട് ആൾക്കാർ കേട്ടോ. ഹജറ, ഹാജു, മിന്നു, കുട്ടിക്കുറുമ്പൻസ്, എന്താ പറയുക, നമ്മളെ അസ്മുണ്ട് കേട്ടോ. വേറെ നിലൂഫർ പറഞ്ഞൊരു ചാനൽ, ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പുരും ഫാമിലിയൊക്കെ ഉണ്ട്. ഓലൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ കുറേ ഉണ്ട്, ജുബിണ്ട്, അതേപോലെ തന്നെ ജാസി, അതേപോലെ തന്നെ ആഷിഖ്, ഷിഹാബ്, എനിക്ക് പേര് കിട്ടണവരും കിട്ടാത്തവരൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് പറയാൻ കിട്ടുമല്ലോ. മുത്തു മുസ്തഫ, ഓനൊക്കെ വടകര അവിടെ നിന്നൊക്കെ വന്ന നമ്മളെ അസൂസ് ഉണ്ട്. ഓരൊക്കെ ഇവിടെ അപ്പോൾ കണ്ണൂരിൽ നിന്ന് 5 ആൾ വന്നിരിക്കണം കേട്ടോ. മാഷാ അല്ലാ. ഇവിടേക്കൊരു നേരത്തെ അന്നം കൊടുത്താൽ കൂലി കിട്ടുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ സ്ക്രീനുകളാണ്. അതിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് അത്തരമൊരു സാഹചര്യത്തിൽ ജാതിയും മതവും നിറവും വർണ്ണവും ദേശവും ഭാഷയൊന്നും നോക്കാതെ അനാഥത്വത്തിന്റെ പിടിയിലമർന്ന ഏതൊരാളുണ്ടോ അവർക്കൊരായിരം സ്നേഹത്തിന്റെ കൈ നീട്ടിക്കൊടുക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് ഹിമ കെയർ ഹോം. 2017 നമ്മൾ ആരംഭിക്കാൻ നമ്മുടെ ഈ സ്ഥാപനത്തിനായി എന്ന് സന്തോഷത്തോടുകൂടെ നിർവൃതിയോടുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, പുതിയ കാലം 2 രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒന്ന്, സ്നേഹത്തിനും കാരുണ്യത്തിനുമൊക്കെ മുമ്പത്തെക്കാളേറെ വലിയ പരിഗണന കിട്ടിയ ഒരു കാലമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ജനിച്ചു വളരാൻ ബുദ്ധിയില്ലാത്ത ആരും ലോകത്തുണ്ടാവില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഗതികൾ നമ്മൾ എഴുന്നേൽപ്പിക്കുന്നതും ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഒറ്റപ്പെട്ടതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ പുത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. വലിയ മനസ്സിന്റെ ഉടമകളാണ് പ്രത്യേകിച്ച് മലയാളി. ഒരു ജീവന് 34 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വദേശത്തും വിദേശത്തുള്ള നല്ലവരായ മനുഷ്യർ ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും നമ്മളും ഇവർക്കും എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ നമ്മളെ ഗ്രൂപ്പിന്റെ ഇങ്ങനത്തെ ചാരിറ്റി സംഭവങ്ങളൊക്കെ മുൻനിർത്തി ചെയ്യുന്നത് നമ്മുടെ കേരളമാണ്. അപ്പൊ കേരളത്തിൽ നിറഞ്ഞ കൈയ്യടി ഈ ഒരു അവസരത്തിൽ കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കാര്യം നോക്കാൻ നേരമില്ല. ഒന്നാമത് പുസ്തകമായിട്ട് ഫുൾ ബിസിയാണ്. എന്തെങ്കിലും പണി ഒരു പണി ഉണ്ടാവില്ല. ആ ഫുള്ള് തിരക്കിക്കാറ് ഒരു പരിപാടിക്കും നമുക്ക് നേരമില്ല. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാതൃക നമുക്ക് കാണിച്ചു നമ്മുടെ മലപ്പുറം റജീന. അപ്പൊ അതേപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും അവനുള്ള ഒരു അമ്മനി കൊണ്ടിട്ടാണ്. അതായത് ഇത് കാണണം, ഇത് മാതൃകയില്ല. അപ്പൊ ഇങ്ങനത്തെ
അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു മഹിമ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉസ്താദ് പറഞ്ഞ പോലെ എന്താ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവര് അങ്ങനെയുള്ള സംഭവം. അപ്പൊ ഞാൻ വേദിയിലേക്ക് ചോദ്യം ചെയ്യാം. കൂടുതലായിട്ട് ഞാൻ പറയുന്നത് അതുപോലെ പുസ്തകത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വീണ്ടും പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. ഇപ്പം ഞാൻ പാടിയ നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കും. നമുക്ക് എന്തായാലും 4 വരി പാടാൻ ശ്രമിക്കാം. കാരണം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ജന്മം തരതരമാവാം. ഒരിക്കലും നമ്മൾ തള്ളി പറയാൻ പാടില്ല എന്നാണ് ഉമ്മനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇടങ്ങേറ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജെത്തിയല്ല എന്നാണ്. കാരണം ഈ പരിപാടി ഞാനൊരു വിഷമത്തിന്റെ രൂപത്തിലാക്കുന്നില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് എന്നൊരു എന്താ പറയാ നമ്മളൊക്കെ പറയാം സാമ്രാജ്യം അങ്ങനത്തെ പറയാം. കാരണം എത്രയോ ആളുകൾ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ അവള് അങ്ങനെ ചാനൽ ഉണ്ടാക്കി അവൾ ഉണ്ടാക്കാൻ വേറെ നല്ലൊരു പൈസന് വേണ്ടി തുടങ്ങിയതാണ്. അസുഖത്തിന്റെ ഒരു ക്യാൻസർ എന്നൊരു അസുഖം വന്നിട്ടും അവൾ ഇങ്ങനെ കുടിച്ചിരുന്നത് ഈ യൂട്യൂബ് എന്നൊരു മേഖലയിലാണ്. കാരണം അവള് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കും. സ്ഥാപനത്തിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഇത്ര ആൾക്കാരെ കണ്ടു. നമ്മൾ ഇത്രയും ആളിടയിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടിയിട്ട് ഇത്ര ആളെ ആയിട്ട് കാണാനും പിന്നെ ബന്ധപ്പെടാനും ആയതിൽ എനിക്ക് എത്ര വലിയ പറഞ്ഞാൽ തീരാത്ത സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരാൾക്ക് ഒരവസ്ഥയും വരാതിരിക്കട്ടെ. നല്ലതായിട്ടുള്ള ജീവിതം എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പറയാം. അപ്പൊ ഇവർക്ക് കുറച്ച് തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് സന്തോഷ ഫാമിലിക്കുള്ള മൊമെന്റോ കഴിക്കുന്നതിന് വേണ്ടി ഒരു നാടൻ ഫാമിലി ഒരു നാടൻ ഫാമിലി കാണാല്ലേ. അമ്മനെ കാണില്ല ടീച്ചർ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ എന്താ പറയണ്ട, സന്തോഷകണ്ണീരാണ്. വാക്കുകൾ പറയാൻ പറ്റുന്നില്ല. അസ്സലാമു അലൈക്കും, നമസ്കാരം. അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരുന്നത് കേട്ടോ. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച KL മലപ്പുറം ആണ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അതിന് അവരോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഇവിടെ സൂചിപ്പിച്ചപ്പോ സത്യത്തിൽ കണ്ണു നിറഞ്ഞ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അല്ലേ നമ്മുടെ അറിവില്. അതുപോലെ തന്നെ അറിവിന്റെ കൂടെ പോയിട്ടുള്ള മറ്റു വ്യക്തികൾ കുറച്ച് ആളുകളുണ്ട്. അവരെ കൂടി സമയത്ത് ഓർക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഓരോ നിമിഷങ്ങളും ആ മരണം വന്ന വഴിയെ നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇവരെ നല്ല സൗകര്യമാണ് നമ്മുടെ ബിന്ദുമാർ ഡയമണ്ട് മണ്ടൂരാണ്. അപ്പൊ നമുക്ക് ഈ കല്യാണത്തിന് വലിയ മൊമെന്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതായത് നമ്മുടെ വണ്ടൂർ കൗൺസിലറിന്റെ ഓപ്പോസിറ്റാണ് അത് വരുന്നത്. അങ്ങനെ അവിടെ ക്ഷണിക്കാൻ പോകുന്നത് മൊമെന്റ് കൈമാറുന്നതിനും അതുപോലെ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് പറയുന്നത് വേണ്ടിയിട്ട് നമ്മുടെ അസ്മാനി അതായത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളൊക്കെ എന്ത് ചെയ്യാം, പരമാവധി തനിമാല ഗ്രൂപ്പിൽ മെമ്പറാവാൻ നോക്കുക. ഈ ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തനിമാല ഗ്രൂപ്പിൽ അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് എന്താ 36,780 രൂപയാണ് നമ്മൾ ടോട്ടൽ കളക്ട് ചെയ്തത്. അപ്പൊ അവിടെ എന്താ പുറത്ത് പേര് പറയാൻ ഉദ്ദേശിക്കാത്ത ആളാണ് കയ്യിൽ കൊടുക്കുക.
അപ്പൊ എല്ലാവരും ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ എല്ലാവരും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായിട്ടുള്ളത് 15,000 രൂപയാണ്. ആ 15,000 രൂപ കുറച്ചിട്ട് ബാക്കി നമുക്ക് വരുന്നത് 21,770 രൂപയാണ്. അത് നമ്മൾ ഇവിടുത്തെ ഈ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഏൽപ്പിച്ച് ബാക്കി ഏൽപ്പിച്ച് അപ്പൊ അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ സലാം വൈദ്യ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത്. അത് കൈമാറുന്നതിന് വേണ്ടി ആശിക്കുകയും അന്വേഷണങ്ങളെയും കേരളത്തിനെയും ക്ഷണിക്കുന്നത്. ബാക്കി എമൗണ്ട് ഗൂഗിൾ പേ എന്താണ് പ്രോസസ് ചെയ്യാൻ ഇത് കയ്യിൽ ആദ്യമായി ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് രണ്ടാമത് നിങ്ങൾ വന്നതിനെ സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത്യുഷ്മളമായ നിങ്ങളുടെ ഈ സ്നേഹമാണ് അത് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സംതൃപ്തരാകുവാനാണ്. ഇന്നത് നമ്മളോട് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ഞാനടക്കം ആർത്തിയുള്ളവരാണ്. ആർത്തി കൊണ്ട് മനുഷ്യരിൽ ഓടുകയാണ്. വെട്ടിപ്പിടിക്കാനും തട്ടിത്തകർത്തുകൊണ്ട് മുന്നേറാനും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ എല്ലാവരും അസ്വസ്ഥരാണ്. മറ്റൊന്ന് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെയൊക്കെ മനസ്സിൽ പ്രവർത്തികളുടെ നിയ്യത്തിൽ നമ്മൾ അറബിയിൽ പറയാമല്ലോ. അറബിയിൽ നമ്മൾ ഇസ്ലാമികമായി പറയുമ്പോൾ നിയ്യത്ത് എന്ന് പറയും. ആത്മാർത്ഥമായ മനസ്സിന്റെ കരുത്തിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഈ നിയ്യത്തിന്റെ അഭാവം ഇത് രണ്ടും ചേരുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാവുകയും നമ്മൾക്ക് പ്രതിഫലം ലഭിക്കാതെ വിജ്ഞാനം ലഭിക്കാതെ വരുമ്പോൾ അസ്വസ്ഥരാവുകയും. അമ്മാനെ ഞാൻ നോക്കി എന്നിട്ട് എനിക്ക് എന്തേ കിട്ടി, അമ്മായിമാനെ ഞാൻ നോക്കി എനിക്ക് എന്തേ കിട്ടി, ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തേ ഞാൻ എന്നെ എത്രയും കാലം കഷ്ടപ്പെട്ട് തന്നെ നോക്കി എന്തേ കിട്ടിയില്ല. ഇവിടെ ഞാൻ ഈ പറയുന്നത് എല്ലാവരും സ്വാർത്ഥരായി ആർത്തി ഉള്ളിലൂടെ തന്നിൽ നിന്നും പലതും പ്രതീക്ഷിച്ചത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ കടബാധ്യസ്ഥരെ പോലെ കുടുംബത്തിൽ കടപ്പെട്ടവരാണ്. ആ സൗകര്യം അവരുടെ വീട്ടിലും അവരുടെ മറ്റു ആരുടെയൊക്കെ മനസ്സിൽ പ്രയാസങ്ങളുണ്ടോ അകത്തളങ്ങളിൽ തലം കെട്ടിരിക്കുന്നവരൊക്കെ പുറത്തേക്ക് ചുറ്റുമ്പോൾ ഉള്ളിൽ സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളെ നമുക്ക് അള്ളാഹുവിനോട് സമർപ്പിക്കാം. അള്ളാഹുവെ നീ എല്ലാം തുറവടിയാക്കി കൊടുക്കണേ. ആമീൻ. ബോഡി ചെയ്യുന്നപ്പോൾ നിങ്ങൾക്കൊക്കെ രോഗങ്ങളുണ്ട്. ഞാൻ ഗ്രഹാപുരുഷന ഞാൻ ഇപ്പോൾ ചികിത്സയുടെ ഭാഗമായി ഭക്ഷണം വരെ കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ രോഗങ്ങൾ ആദ്യം മാത്രമല്ല ഇന്ന് വൃക്കരോഗികൾ ഞങ്ങളിവിടെ കാശ് വാങ്ങി പോകുന്നു. വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വൃക്കരോഗികളായ ഒരുപാട് ആ വൃക്കരോഗികൾക്ക് സർവശക്തനായ നിങ്ങളുടെ ഡയാലിസിസ് ക്യാൻസറിന്റെ വിവിധ ഇനങ്ങളിൽ നിന്ന് സാംക്രമിക രോഗങ്ങളിൽ നിപ്പ പോലെയുള്ള നമ്മുടെ കുടുംബത്തിൽ ബന്ധുക്കൾ മാതാപിതാക്കൾ മറ്റു ഗുരുജനങ്ങൾ വേണ്ടപ്പെട്ടവർ നയിച്ച നായകന്മാർ എല്ലാവർക്കും നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുന്നതോടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാകും എപ്പോഴും അതുപോലെ
അങ്ങനെ ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് മൊമെൻറ്റോ തന്നത് നമ്മുടെ വണ്ടൂരുള്ള ഒരു ജ്വല്ലറിയാണ് കേട്ടോ. വണ്ടൂർ കാളികാവ് റോട്ടുമ്മേൽ കാളികാവുക്ക് പോകുമ്പോൾ വലതുവശത്താണ് കേട്ടോ ഈ ഒരു ജ്വല്ലറി ഉള്ളത്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് കേട്ടോ ഈ ഒരു ജ്വല്ലറിൻ്റെ പേര്. പഴക്കാനൊന്നുമില്ല, നമ്മുടെ വണ്ടൂർ തന്നെയാണ്. നല്ല സെലക്ഷനും കളക്ഷനൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെയാണ് സ്വർണം വാങ്ങൽ. കാരണം നല്ല നമുക്ക് പുതുനാരികൾക്ക് വാങ്ങേണ്ട സ്വർണ്ണങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല സിമ്പിളായിട്ടുള്ളതും ഉണ്ട്, അതേപോലെ തന്നെ നല്ല പൊള്ളപ്പണി ലെസീസ് ഐറ്റംസുകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല സിമ്പിളായിട്ടുള്ളതാണല്ലോ അല്ലേ വേണ്ടത്. അതങ്ങനെ എല്ലാ ഐറ്റംസുകളും ഈ ഒരു വണ്ടൂരുള്ള ഈ ഒരു കടയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്വർണ്ണം വാങ്ങുകയാണെങ്കിലും മഹർമാല വാങ്ങണവർക്കായാലും അതേപോലെ തന്നെ പുതുനാരികൾക്കുള്ളതായാലും അല്ലെങ്കിൽ നമ്മൾ താലി വാങ്ങുകയാണെങ്കിൽ എന്ത് സ്വർണ്ണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും ഈ ഒരു കടയിൽ പോയാൽ മതി കേട്ടോ. നല്ല സെലക്ഷനാണ്. മാത്രമല്ല അവർ സ്വീകരണം കേട്ടോ മാഷാ അല്ലാഹ് അടിപൊളിയാണ് കേട്ടോ. അവരൊക്കെ നല്ല സ്വഭാവമാണ്. നമുക്ക് ഇനിയിപ്പോൾ ഒരു മേക്കാത് കുത്തണമെങ്കിൽ പോലും ഇവിടെ പോയാൽ മതി. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങളൊരു സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെയാണ് പണിക്കൂലിയൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടൂർ തന്നെയാണ് ഈ ഒരു കട. ഇവരെല്ലാവർക്കും അവിടെ കൂടി എല്ലാവർക്കും ഉള്ള സമ്മാനം ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ. നല്ല അടിപൊളി സാരിമാലകളും നെക്ലേസുകൾ, വളകൾ, മാലകൾ, കമ്മലുകൾ, പാദസര എല്ലാ ഐറ്റംസുകളും ഉണ്ട്. സിമ്പിളായിട്ടില്ല നല്ല കൈച്ചേനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള പണികളല്ലേ വേണ്ടത്. അതങ്ങനെ എല്ലാ ഐറ്റംസുകളുള്ള ഈ ഒരു കടയാണ് കേട്ടോ. ഈ നമ്മുടെ വണ്ടൂരുള്ള ഈ ഒരു കട. പഴക്കാനൊന്നുമില്ല, വണ്ടൂർ കാളികാവ് റോട്ടുമ്മലാണ് ഈ ഒരു കട ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നായിരുന്നു സമ്മാനം. അപ്പോൾ എല്ലാവരും സ്വർണ്ണം വാങ്ങാൻ ഈ കടയിലേക്ക് പോവുക. അപ്പോൾ ഞങ്ങളവിടെ ഈ ഒരു ഇവിടേക്ക് ഞങ്ങൾ കൊടുത്ത പൈസയൊക്കെ ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പോരാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ പാണ്ടിക്കാട് കിച്ചി ബിസ്മി വ്ളോഗൊക്കെ നല്ല ചിറിയിലാണ്. സന്തോഷ് ഫാമിലി ഉണ്ട്. അതേപോലെ തന്നെ ഉടല്ലൂരിൽ നിന്ന് നമ്മളെ മൂപ്പും അവളെ ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നിന് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ യാത്ര പറയും ഇതാക്കൊക്കെയാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടണം. കഴിഞ്ഞ വർഷം ഞങ്ങളിങ്ങനെ കൂടീന് കേട്ടോ. കാരണം നമുക്കിത് ദുനിയാവുക്ക് ആഹൃത്തൊക്കെ ഉപകരിക്കണ ഒരു ഇതാണല്ലോ അല്ലേ. അപ്പോൾ ഐസ് നല്ല ലേസൊക്കെ തിന്നാണ് കേട്ടോ. ഐസിന് ലേസ് കിട്ടിയാൽ മതി. പിന്നെ ലാസ്റ്റ് ജാസ്മിൻ പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ജാസിൻ്റെ 2 പാട്ട് കേട്ടോളൂ. അസ്സലാമു അലൈക്കും.
പറന്നു പോയ സഖിയോ